മലപ്പുറം കീഴ്ശ്ശേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമർദ്ദനത്തിനിരയാക്കി കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് ഷാലുവിനെയാണ് അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് യുവാവിനെ പോലീസ് മോചിപ്പിച്ചു. വിവരങ്ങളുമായി വീണ്ടും തിരൂരിൽ നിന്ന് ചേരുന്നത് സമീർ ബിൻ കരീമാണ്. സമീർ, എന്താണ് ഇത്തരത്തിൽ ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചതിന് ഒരു കാരണം? ക്രിസ്റ്റീന, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാങ്കാവ് സ്വദേശി മുഹമ്മദ് ഷാലു എന്ന് പറയുന്ന 36-കാരനെയാണ് ഈ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഇന്നലെ കൊണ്ടോട്ടി പുളിക്കലിൽ വെച്ചാണ് കാറുമായി എത്തിയ അഞ്ചംഗ സംഘം ഈ ഷാലുവിനെ തട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നാലെ ഈ വിവരം പോലീസിനെ നാട്ടുകാർ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ പിന്തുടർന്ന് വണ്ടിയുടെ നമ്പറും അടക്കം നോട്ട് ചെയ്ത് പോലീസ് ഇവരെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കീഴ്ശ്ശേരിയിലുള്ള ഒരു കേന്ദ്രത്തിൽ എത്തിച്ചുകൊണ്ടാണ് ഇയാളെ മർദ്ദിക്കുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കിയത്. അങ്ങനെ ഇവിടെ എത്തിയ പോലീസ് ഇയാളെ എത്തുന്ന സമയത്ത് പോലീസ് കണ്ടത് ജനലിനോട് ചേർന്നുള്ള കമ്പിയിൽ ഈ 36-കാരനെ കെട്ടിയിട്ട് മർദ്ദിച്ച നിലയിലായിരുന്നു. ഇയാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. സംഘത്തിലുള്ള 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാത്രമല്ല വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മാത്രമല്ല രക്ഷപ്പെട്ട 3 പേർക്കായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാട് ഉണ്ടാവുകയും അതിലുണ്ടായ തർക്കമാണ് അതൊരു വൈരാഗ്യത്തിലേക്ക് മാറുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷത്തിലേക്ക് എത്താൻ കാരണമെന്നുള്ളതാണ് കൊണ്ടോട്ടി ഡിവൈഎസ്പി അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ തുടരുകയാണ്. തിരൂരിൽ നിന്ന് സമീറാണ് വിശദാംശങ്ങൾ നൽകിയത്.